മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. നവംബർ എഫ് എക്സ്പയറിയുടെ ആദ്യ ദിനമായ വെള്ളിയാഴ്ച മാർക്കറ്റ് ഒരു അല്പം 5700-ലും താഴേക്ക് വന്നാണ് ക്ലോസ് ചെയ്തത്. ഒക്ടോബർ സീരീസ് പക്ഷേ 5700-ന് മുകളിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോഴും അതിൻ്റെ വളരെ നിർണായകമായ സപ്പോർട്ട് ലെവലുകൾ അത് സൂക്ഷിക്കുന്നു. ഒരു 5700-ന് ലെവലുകളിൽ നിഫ്റ്റി നിൽക്കുന്നതായി നമുക്ക് കാണാം. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO ശ്രീ N. ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, കഴിഞ്ഞ ഈ കടന്നുപോയ മാസങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ വോളറ്റിലിറ്റി ഇൻഡെക്സ് വിക്സ് അത് ഏറ്റവും കുറഞ്ഞു നിന്ന ഏകദേശം 12 ലെവലിൽ നിന്ന ഒരു മാസമാണ് ഒക്ടോബറിൻ്റേത്. അപ്പോൾ തന്നെ എഫ് എക്സ്പയറി 5700-ന്റെ ലെവലുകൾ കീപ്പ് ചെയ്യുകയും ചെയ്തു. ഇത് കാണിക്കുന്നത് ഒരുപക്ഷെ ഇരുവശങ്ങളിലേക്കും ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകുമെന്ന് പല അനലിസ്റ്റുകളും പറയുന്നു. പക്ഷേ എങ്കിലും നമ്മൾ പൊതുവെ ഒരു പോസിറ്റീവായ ഒരു ബ്രേക്ക് ഔട്ട് തന്നെയല്ലേ ഈ വിക്സ് ആധാരമാക്കി പറയുമ്പോൾ കാണുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒക്ടോബർ സീരീസ് മൂവ്മെന്റ് വളരെ നാരോ റേഞ്ചിലായിരുന്നു ത്രൂ ഔട്ട് ദ മന്ത്. എനിക്ക് തോന്നുന്നു കുറേ മാസങ്ങൾക്ക് ശേഷം ഇത്രയും നാരോ റേഞ്ച് മൂവ്മെന്റ് വന്നത് വളരെ ഈ അടുത്ത കാലത്ത് തന്നെയാണ്. ഇപ്പോൾ നിഫ്റ്റി 5815 നിന്ന് ഹയർ ലെവലും 5633 എന്ന് പറയുന്നത് 182 പോയിന്റ്സ് ആണ് ടോട്ടൽ ഒരു മന്തിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. ജനറൽ വേരിയേഷൻ എന്ന് പറയുന്നത് 50 to 60 പോയിന്റ്സ് ആയിരുന്നു. അടുത്ത കാലത്തൊന്നും ഇത്രത്തോളം ഒരു ലോവർ ലെവൽ മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സനൽ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഏതോ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൊമെൻറ്റം, നേരത്തെ നമ്മൾ ലാസ്റ്റ് 3 എപ്പിസോഡായിട്ട് പറയുന്ന ആ ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ നമ്മൾ ഒക്ടോബർ സീരീസ് കഴിഞ്ഞു, നവംബർ സീരീസിലേക്ക് കടക്കുമ്പോൾ കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. അതിലൊന്ന് ദീപാവലി തന്നെയാണ്. മാർക്കറ്റ് എപ്പോഴും ഉണർവ് നൽകുന്ന ഒരു മാസമാണ് ദീപാവലി. ആ ഒരു മന്ത് നവംബറിൽ വരുന്നു. 30th വരുന്ന RBIയുടെ പോളിസി തന്നെയാണ്. കാരണം ഇൻഫ്ലേഷൻ കുറച്ച് നാളുകളായി ഒരേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യുന്നത് RBIയുടെ ഭാഗത്തു നിന്ന് ഒരു റേറ്റ് കട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇൻഫ്ലേഷൻ കൂടാത്ത സാഹചര്യം, വലിയൊരു ഹയർ ലെവലിലേക്ക് ഇൻഫ്ലേഷൻ പോയിട്ടില്ല. അതൊരു പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് ഒരു റേറ്റ് കട്ട് മാർക്കറ്റ്, CRR കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ ഭുവനേന്ദ്രൻ, വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിലെ ഇടിവ് ഒരുപക്ഷെ സ്പെയിനിൽ അവരുടെ അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ വന്നു. അത് ഏകദേശം 25% മുകളിലേക്ക് എത്തി. അത് 1976-ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഒരുപക്ഷെ അതിന്റെ പേരിലായിരിക്കാം വെള്ളിയാഴ്ച മാർക്കറ്റ് പോയത്. ഇപ്പോഴും നമ്മൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ ഒരു പോസിറ്റിവിറ്റി അത് മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് പറയുമ്പോഴും അതിന് ആധാരമായ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന റിസൾട്ടുകളാണ്. വളരെ മികച്ച പ്രവർത്തന ഫലം പല കമ്പനികളും കാഴ്ചവെച്ചു. അതൊന്ന് വിലയിരുത്താം. തീർച്ചയായിട്ടും ഇതിനകത്ത് ആദ്യമായിട്ടും ലാസൻ ആൻഡ് ടൂബ്രോ വളരെ മൺഡേ വന്ന റിസൾട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരുന്നു. അതുപോലെ തന്നെ ഐഡിയ, ബജാജ് ഓട്ടോ, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ICICI ബാങ്ക് ഫ്രൈഡേ പുറത്തു വന്ന ICICI ബാങ്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അതുപോലെ HDFC, യെസ് ബാങ്ക്, ഹീറോ മോട്ടോഴ്സ് മാർക്കറ്റിന്റെ പ്രതീക്ഷ നിലനിർത്തി. മോശം റിസൾട്ടുകൾ മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് തുയരാൻ കഴിഞ്ഞ റിസൾട്ട് ബെറ്റർ ആയിരുന്നു, മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് തുയരാൻ കഴിഞ്ഞത്. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതുപോലെ തന്നെ ഗെയിലിന്റെ സബ്സിഡി ബേഡൻ കൂടിയതാണ് റിസൾട്ട് മോശമാകാൻ കാരണം. PNBയുടെ NPA കൂടി. അതിൽ ആ സ്റ്റോക്ക് 7% അടുത്ത് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തു. കാരണം മോശം റിസൾട്ടായിരുന്നു. 3 കമ്പനികളാണ് പ്രധാനമായിട്ടും മോശം റിസൾട്ട് അനൗൺസ് ചെയ്തത്. ഓവറോൾ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്ന് RBIയുടെ പോളിസി നവംബർ സീരീസിൽ, 2 നമ്മളീ പറഞ്ഞ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്, 3 ദീപാവലി. ഡൊമസ്റ്റിക്കലി ഉള്ള ന്യൂസുകളാണ്. ഗ്ലോബലി മേജർ ന്യൂസ് എന്ന് പറയുന്നത് US എലക്ഷൻ തന്നെയാണ്. ആ ഇലക്ഷൻ്റെ റിസൾട്ട് ഗ്ലോബൽ മാർക്കറ്റുകളെയൊക്കെ തന്നെ എഫക്റ്റ് ചെയ്യാം. എങ്ങനെ എഫക്റ്റ് ചെയ്യാം? അത് നമ്മൾക്കത് ഇപ്പോഴത്തെ രീതിയിൽ ഒബാമ വരുമോ റോംനി വരുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ. അത് വന്നു കഴിയുമ്പോൾ ഇവരെടുക്കുന്ന ഡിസിഷൻ എന്താണ്, മറ്റ് രാജ്യങ്ങളോട് ഇവരുടെ പോളിസി എന്തായിരിക്കും? പൊതുവെ ഇപ്പോൾ ഇന്ത്യക്കാരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഒബാമയുടെ വിജയമാണ്. പക്ഷെ മാർക്കറ്റുകൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും റോംനിയുടെ വിജയമാണ് എന്ന തരത്തിലാണ് അനലിസ്റ്റുകളുടെ പ്രതീക്ഷകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസിഷൻ ഇവർ വന്നതിന് ശേഷമുള്ള ഒരു സമയത്ത് ഒബാമ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം പേടിയായിരുന്നു. ഔട്ട്സോഴ്സിംഗ് നിർത്തുമെന്നുള്ള ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എലക്ഷൻ തീർച്ചയായിട്ടും US മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് തീർച്ചയായിട്ടും US മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. തീർച്ചയായിട്ടും യൂറോപ്പ്, ഇന്ത്യ, ഏഷ്യയിലൊക്കെ തന്നെ അത് എഫക്റ്റ് ചെയ്യാം. അതൊരു ഭാഗത്ത് തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ യൂറോപ്പ്, നേരത്തെ സ്പെയിനിലുണ്ടായതുപോലെയുള്ള യൂറോപ്പിലുണ്ടായിരിക്കുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസ് വീണ്ടും രൂക്ഷമാവുകയാണെങ്കിൽ അതുപോലെ ചൈനയിലെ സ്ലോ ഡൗൺ ഇതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള ഗ്ലോബലി വന്നിരിക്കുന്ന ന്യൂസുകൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നവംബറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇതിനനുസരിച്ച് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പാർലമെൻറ്റ് സെഷൻ തുടങ്ങാൻ പോകുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ
മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇതിനോടൊപ്പം എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം, റോബർട്ട് വധേരയുമായിട്ടുള്ള ആരോപണങ്ങളെ തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിവിട്ട ആരോപണങ്ങളെ തുടർന്ന് DLF ഏകദേശം 200 ലെവലിൽ ഏകദേശം സെറ്റിൽ ചെയ്ത പോലെ തോന്നുന്നു. മറ്റൊരു ഓഹരി ഇപ്പോൾ കയറി വന്നിരിക്കുന്ന IRB ഇൻഫ്രോയാണ്. മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള നമ്മുടെ BJP അധ്യക്ഷൻ നിതിൻ ഗഡ്കരിക്ക് ഏകദേശം 165 കോടി രൂപയുടെ കടം നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. IRB ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനികളിലൊന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഒപ്പം അതിൻ്റെ MD ഒരു കൊലക്കേസിൽ പ്രതിയാവണം എന്നുള്ള വാർത്ത വേറെയുമുണ്ട്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ IRB ഇൻഫ്ര, പിന്നെ രണ്ടാമത് ഇപ്പോൾ നവീൻ ജിൻഡാൽ പെയ്ഡ് ന്യൂസ് ആരോപണം ഉയർത്തിയിരിക്കുന്ന അവർക്കൊരു നിര ഓഹരികളുണ്ട്. സി എന്റർപ്രൈസസ്, സി ന്യൂസ്, SL പ്രോപാക്ക്, അങ്ങനെ കുറെ ഇത്തരം ഓഹരികളിൽ എന്തായിരിക്കണം ഒരു സ്ട്രാറ്റജി? ഇത് ഇപ്പോഴത്തെ രീതിയിൽ നോർമലി മോശം ന്യൂസുകൾ വരുന്ന സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പലരും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യും, അതിനുശേഷമായിരിക്കാം ഈ ന്യൂസുകൾ പെട്ടെന്ന് വരുന്നതാണല്ലോ. ഇപ്പോൾ IRB ഇൻഫ്രയെ സംബന്ധിച്ച് സ്റ്റോക്കിൽ കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ആരോപണം കുറച്ചുകൂടി എൻക്വയറിക്ക് ഓർഡർ ഇട്ടു ഗവൺമെൻറ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സെക്ടറിൽ മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് DLFും എല്ലാ സെക്ടറിലും ആ ഒരു റിയാലിറ്റി സെക്ടറൊക്കെ തന്നെ അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഒരു എൻക്വയറി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിലൊക്കെ ഈ പ്രൈസിലൊരു ഡൗൺ സൈഡ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ വാല്യുവേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ റിയാലിറ്റി സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇപ്പോഴും വളരെ ലോവർ ലെവലിലാണ് വാല്യുവേഷൻ നടക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ CA സംബന്ധിച്ചും ഒക്കെ ന്യൂസുകൾ വരുന്നത് തീർച്ചയായിട്ടും നെഗറ്റീവാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ ഈ സ്റ്റോക്കിലൊക്കെ ഇപ്പോൾ ജിൻഡാലും ലാസ്റ്റ് വീക്ക് വളരെയധികം ലോവർ ലെവലിലേക്ക് പോയി. അതും C ന്യൂസുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ ന്യൂസുകളൊക്കെ തന്നെ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടാക്കും. ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളതിന് അനുസരിച്ച് ഈ സ്റ്റോക്കിൽ ഫർദർ മൂവ്മെൻറ്റ് വരാനാണ് സാധ്യത. ഞാൻ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. രാധാകൃഷ്ണൻ നായർ, അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒരു മാർക്കറ്റിൽ എപ്പോഴുള്ള അഭ്യൂഹങ്ങളെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. ചിലരെങ്കിലും നിഫ്റ്റി 4800 ലെവലുകളിലേക്ക് താഴെ പോകും എന്ന തരത്തിൽ അങ്ങനെ ഒരു കിംവദന്തി പോലെ അദ്ദേഹം കേൾക്കുന്നു. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. പിന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഓഹരികൾ നിർദ്ദേശിക്കാമോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇത് മാർക്കറ്റിൽ ഒരു കിംവദന്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ ആയിരിക്കാം 4800 വരാനുള്ള സാധ്യത. അപ്പോൾ മാർക്കറ്റ് ഏത് ലെവലിലേക്ക് പോകണം, പലപ്പോഴും മാർക്കറ്റ് വാച്ചിൽ ഇങ്ങനെയുള്ള ലെറ്ററുകൾ വരാറുണ്ട്. മാർക്കറ്റ് ഏത് ലെവലിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് അതാത് സമയങ്ങളിൽ വരുന്ന ന്യൂസാണ്. ഇപ്പോൾ IRB ഇൻഫ്രയിലും C ന്യൂസിലും വന്ന ആ ന്യൂസ് ആ സ്റ്റോക്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇതൊക്കെ പെട്ടെന്ന് വരുന്നതാണ്. അതുപോലെ നിഫ്റ്റി 4800 ലെവലിലേക്ക് പോകുമോ എന്ന് ഇവിടെ ഇരുന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നാളെ ഇപ്പോഴത്തെ മിനിസ്ട്രി നിലനിൽക്കുമോ, നാളെ താഴെ പോകുമോ, അതല്ലെങ്കിൽ US എന്തെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമോ, അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിൻ്റെ റാലിക്കുണ്ട് പ്രധാന റീസൺ എന്താ? ഒന്ന് ഫെഡറൽ റിസർവ് എടുത്ത ചില ഡിസിഷൻസ്, അതുപോലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എടുത്ത ഡിസിഷൻ, ഇന്ത്യൻ ഗവൺമെൻറ് എടുത്ത ഡിസിഷൻ, ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു മാർക്കറ്റ് 4800 നിന്ന് ഈ 5800 വരെ വരാനുള്ള ഒരു റീസൺ. അത് നമുക്ക് നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റില്ല. അപ്പോൾ അതാത് സമയങ്ങളിൽ വരുന്ന ന്യൂസുകളാണ് മാർക്കറ്റിന് ഏത് ലെവലിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത്. നിലവിലുള്ള ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ അത് അങ്ങനെ ഒരു ലെവൽ ഇപ്പോഴത്തെ നിലയിൽ അത് ഇത്തിരി അസാധ്യം. അങ്ങനെ എൻ്റെ ഒരു വ്യൂ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 4800 എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം ഇപ്പോൾ ഒരു പോസിറ്റീവ് മൊമെൻറ്റം മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കുറച്ച് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. ഒന്നും നെഗറ്റീവ് ന്യൂസസ് ഒന്നും വന്നില്ല എങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ ലെവലിൽ ആ പോസിറ്റീവ് മൊമെൻറ്റം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് വീണ്ടും ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ ലെവൽ പോകാനാണ് സാധ്യത. പിന്നെ നാളെ ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ഇപ്പോൾ RBIയുടെ പോളിസി പോസിറ്റീവായിട്ട് പല അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ നിലനിർത്താൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല എങ്കിൽ, RBIക്ക് കഴിഞ്ഞില്ല എങ്കിൽ മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് 4800 വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. കിംവദന്തിയായി തള്ളിക്കളയുക മാത്രം. തീർച്ചയായിട്ടും അത് മാത്രമേ അതിനകത്ത് സാധിക്കൂ. നമുക്ക് 4800 ലെവൽ ഇപ്പോൾ എന്തായാലും അത് വളരെ വിദൂരമാണെന്ന് തന്നെ പറയാം. വലിയ രീതിയിലുള്ള മോശമായ സംഭവവികാസങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇപ്പോഴത്തെ ലെവലുകൾ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഏതായാലും തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അംജിത് അരവിന്ദ്, അദ്ദേഹത്തിൻ്റെ ചോദ്യം പരിശോധിക്കാം. IFCI, HDIL, JP അസോസിയേറ്റ്സ്, മെർക്കേറ്റർ, ആർകോം, ഡെൽറ്റ കോർപ്പറേഷൻ, മണപ്പുറം, ഗതി, പിപ്പവാവ് ഷിപ്പ്യാർഡ്, ഐഡിയ, ഗൾഫ് ഓയിൽ കോർപ്പറേഷൻ, ഇങ്ങനെ ഒരു നിര സ്റ്റോക്കുകൾ. ഇതിൻ്റെ റെസിസ്റ്റൻസും സപ്പോർട്ട് ലെവലുമാണ് അദ്ദേഹത്തിന് ആവശ്യം. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് IFCI ആണ്. IFCI 2895 ലെവലിലാണ് ഇപ്പോഴത്തെ ട്രേഡിംഗ് നടക്കുന്നത്.
27 and 2040 ആണ് രണ്ട് സപ്പോർട്ട് ലെവലായിട്ട്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 27 ലെവലാണ്. ആ ഒരു ലെവൽ സപ്പോർട്ട് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. മേജർ ന്യൂസുകളൊന്നും നെഗറ്റീവ് ന്യൂസുകൾ വന്നില്ലെങ്കിൽ 27 ലെവൽ സപ്പോർട്ട് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. 27 ലെവൽ ബ്രേക്ക് ചെയ്യുന്നൊരു സാഹചര്യം അതെനിക്ക് തോന്നുന്നു വളരെ മോശം ന്യൂസുകൾ എന്തെങ്കിലും പുറത്ത് വരികയാണെങ്കിൽ മാത്രമേ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ. 2450 ആണ് നെക്സ്റ്റ് സെക്കൻഡ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 3450 ആണ്. മാർക്കറ്റ് ദീപാവലിയോട് കൂടി ഒരു പോസിറ്റീവ്, ഇപ്പോൾ നേരത്തെ പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ IFCI തീർച്ചയായിട്ടും 3450 ലെവൽ വരെ മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. ദെൻ HDIയിലാണ് 9780 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 95 ലെവലാണ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ 92 112 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ HDIയിൽ 112 എന്ന് പറയുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. ദെൻ JP അസോസിയേറ്റ്സ് ആണ്. JP വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സ്റ്റോക്കിൽ സംഭവിച്ചു. അടുത്തൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 88 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ 84 വോളറ്റിലിറ്റി കൂടുതലുള്ള ഒരു സ്റ്റോക്കാണ്. 107 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 107 തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന നിക്ഷേപകരൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 6 മാസം കൊണ്ട് ഡബിൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രൈസ്. അതുകൊണ്ട് 107 എന്ന് പറയുന്ന ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ദെൻ മർക്കാറ്റോ ലിമിറ്റഡ് ആണ്. 1960 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ല. മറൈൻ ട്രാൻസ്പോർട്ടേഷനിലൊക്കെയാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. 1850 and 17 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 23 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ആർകോം ആണ്. ആർകോം 2-3 വർഷമായിട്ട് നിക്ഷേപകരെ സംബന്ധിച്ച് വളരെയധികം നഷ്ടം കൊടുത്ത ഒരു കമ്പനിയാണ്. ഇത് 5670 ഈ സ്റ്റോക്കിൽ ഡൗൺ സൈഡ് റിസ്ക് കുറവാണ്. എന്തെങ്കിലും ഒരു ടൈപ്പ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലയൻസ് വരികയാണെങ്കിൽ മാത്രമേ ഈ സ്റ്റോക്ക് കുറച്ച് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ സ്റ്റോക്കിൽ ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. കാരണം 5348 ലെവൽ വരികയാണെങ്കിൽ ഈവൻ ഒരു 53 ലെവൽ തന്നെ വളരെ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവലാണ്. ഡൗൺ സൈഡ് റിസ്ക് ഇല്ല ഈ സ്റ്റോക്കിൽ. ദെൻ 66 ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ഡെൽറ്റ കോർപ്പാണ്. 6910 ആണ് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ. അടുത്തൊരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് 68 ലെവലാണ്. 68 and 63 ഈ രണ്ട് ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 7850 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മണപ്പുറം ഫിനാൻസ് ആണ്. 3850 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ചെറിയൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 3550 ലെവൽ വരെ പോകാം. 3550 ബ്രേക്ക് ചെയ്താൽ 3350. ഈ 3350 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ് ഈ സ്റ്റോക്കിൽ. അതുകൊണ്ട് 3550 3350 ആ ഒരു ലെവൽ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഈ സ്റ്റോക്കിൽ ഒരു ഇമ്മീഡിയറ്റ് ഒരു ഷാർപ്പ് റിക്കവറിക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 42 ആണ്. ഈ 42 പോലും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ രീതിയിൽ ഈ മൂവ്മെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 42 ലെവൽ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് അപ്പ് മൂവ് പ്രതീക്ഷിക്കാം നമ്മൾക്ക്. അങ്ങനെ പോകുകയാണെങ്കിൽ ധാരാളം വാർത്തകൾ അവരുടെ ഋതി ജ്വല്ലറിയുടെ കാര്യങ്ങൾ അത് സംബന്ധിച്ചുള്ള വാർത്തകളെല്ലാം നിരവധി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പ്രയോജനകരമാകുമല്ലോ. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഷോർട്ട് ടൈം ഇപ്പോൾ മണപ്പുറം ജ്വല്ലറിയെ സംബന്ധിച്ച് അത്ര പോസിറ്റീവ് അല്ലെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ തീർച്ചയായിട്ടും നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം വ്യൂവിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ദെൻ ഗാട്ടിയാണ്. 3520 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുക. 33 and 30 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 43 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പിപ്പാവ് ഷിപ്പ്യാർഡാണ്. 7950 ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കാം. 7550 ലെവൽ ആ ഒരു ലെവൽ ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് പരിഗണിക്കുക. 71 ആണ് സ്റ്റോക്കിൽ അടുത്തൊരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 71 ആണ്. 88 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഐഡിയയാണ്. ഐഡിയ വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. 8135 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. 77 and 74 ആണ് രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഗൾഫ് ഓയിലാണ്. ലൂബ്രിക്കൻ്റ് സെക്ടറിലാണ് ഈ കമ്പനി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. 9150 ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 88 and 8450 ആണ് രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 103 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ എല്ലാ സ്റ്റോക്കുകളും വളരെ നല്ല സ്റ്റോക്കുകൾ തന്നെയാണ്. അടുത്തൊരു എൻട്രി ലെവൽ എന്ന് പറയുന്ന മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. പൊതുവേ തരക്കേടില്ലാത്ത ഓഹരികളാണ് അംജിത് ഹോൾഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ബാലു അയ്യർ, അദ്ദേഹത്തിൻ്റെ ചോദ്യം 3-4 ലക്ഷം രൂപയുണ്ട്. അത്
ഷോർട്ട് ടൈം നിക്ഷേപത്തിന് ആഗ്രഹിക്കുന്നു. 1-2 മാസമേ അദ്ദേഹത്തിന് ഡ്യൂറേഷൻ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എത്രയും വേഗം പണം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. പറ്റിയൊരു ഓഹരി വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലുകളും. ഓക്കെ, ഇത് നിഫ്റ്റി നമ്മൾ ലാസ്റ്റ് വീക്ക് വരെ 5600 ആണ് ഒരു മൈനർ സപ്പോർട്ട്. 5550 ആണ് ഒരു മേജർ ട്രെൻഡ് ഡിസൈഡർ എന്ന് നമുക്ക് തീരുമാനിക്കാവുന്നത്. ഈ ഒരു ലെവൽ 5550 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവാണ്. 5600 550 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് ഇപ്പോൾ ഹോൾഡ് ചെയ്യും. ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ഒരു ബൗൺസ് ബാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴത്തെ രീതിയിൽ. അതൊരു 5800 വരെ 5730-50 എന്ന് പറയുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ഏരിയയാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും 800-900 എന്ന് പറയുന്ന ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് പോസിറ്റീവ് സോണിൽ തന്നെയാണ്. ഫ്രൈഡേ ഒരു നെഗറ്റിവിറ്റി വന്നാലും ഓവറോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോൺ. ചോദ്യത്തിന്റെ ബുദ്ധിമുട്ടേറിയ ഭാഗം 1-2 മാസത്തിനുള്ളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഓഹരി. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ 1-2 മാസത്തിനുള്ളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഓഹരി എന്ന് പറയുന്ന അങ്ങനെ ഓഹരി. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റോക്ക് മേടിക്കുക, ഷോർട്ട് ടൈം ഗെയിൻ കിട്ടുകയാണെങ്കിൽ എടുക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. ഇപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ലാസ്റ്റ് വീക്ക് വളരെയധികം കറക്ഷൻ നേരിട്ടു. അതേസമയത്ത് മഹീന്ദ്ര 7% അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇത് നോർമലി ഏത് സ്റ്റോക്ക് എപ്പോഴും മൂവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. അതുകൊണ്ടാണ് മഹീന്ദ്ര വളരെ ഹയർ ലെവലിലേക്ക് പോയി. ഈ ബാങ്കിങ് റിസൾട്ട് ഇപ്പോൾ NPA കൂടുമോ എന്നുള്ളൊരു ഭയമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് വരുമ്പോൾ ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് വളരെ മോശം റിസൾട്ട് അനൗൺസ് ചെയ്തു. സ്റ്റോക്ക് 7% ഡൗൺ സൈഡിലേക്ക് പോയി. അതുപോലെ സ്റ്റേറ്റ് ബാങ്കിലും അങ്ങനെ ഒരു ഭയം, അതാണ് ആ സ്റ്റോക്ക് ലോവർ ലെവലിലേക്ക് പോയത്. അപ്പോൾ ഇത് മാർക്കറ്റിൽ സംഭവിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ ഷോർട്ട് ടൈം ഒരു 3 months ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എങ്കിലും ഏത് ഓഹരിയാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്? ഇപ്പോഴത്തെ ബാങ്കിങ് സെക്ടറിൽ നമുക്ക് പ്രതീക്ഷയുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ബാങ്ക്. പക്ഷേ വാല്യുവേഷൻ ഇപ്പോൾ കുറച്ചൊരു ഹയർ ലെവലിലാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ സിൻഡിക്കേറ്റ് ബാങ്ക്, അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഇത് സ്റ്റോക്കുകൾ അദ്ദേഹത്തിന് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുമ്പോൾ ബാങ്കിങ് ഓഹരികളിൽ പൊതുവെ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ഇത്തരം ഓഹരികൾ പരിഗണിക്കാം. ഇനി അജേഷ്, അദ്ദേഹത്തിന്റെ ചോദ്യം, 3 ഓഹരികൾ, ധാരാളം ഓഹരികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ഓഹരികൾ, പ്രത്യേകിച്ചും കേരളീയർ ഹോൾഡ് ചെയ്യാൻ സാധ്യതയുള്ള ഓഹരികൾ: ഹിൻഡാൽകോ, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ. ഇങ്ങനെ 3 ഓഹരികൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഹിൻഡാൽകോ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 106 ആണ് അടുത്തൊരു സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ 99 ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാൻ സാധ്യത കുറവാണ്. ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നത് 106 ആണ്. 127 ആണ് ഹിൻഡാൽകോയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ സ്റ്റീലാണ് 389 and 376. പലപ്പോഴും വരുന്ന ഒരു ലെറ്ററാണ്. പലരും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്ക് ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 389 and 376 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 432 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതുപോലെ ടാറ്റ മോട്ടോഴ്സ് 257 and 249 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ഓട്ടോമൊബൈൽ സെയിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് തീർച്ചയായിട്ടും. മഹീന്ദ്ര വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. ഇപ്പോഴും മഹീന്ദ്രയൊക്കെ തന്നെ അടുത്തൊരു ഒരു ബ്രേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ആ സ്റ്റോക്കിൽ. ആ ഒരു സെഗ്മെന്റിലേക്ക് തന്നെ പലപ്പോഴും എനിക്കൊന്ന് 1-2 വർഷം മുമ്പ് തന്നെ മാർക്കറ്റ് വാച്ച് പലപ്പോഴും റെക്കമെൻഡ് ചെയ്തതാണ്. ഇവരുടെ ഒരു സെക്ടർ എന്ന് പറയുന്നത് 2 വീലർ 3 വീലർ അങ്ങനെ എല്ലാ സെക്ടറിലും, ഇപ്പോൾ മാരുതി എന്ന് പറയുന്നത് കാർ സെഗ്മെന്റിൽ മാത്രമാണ്. അവിടെ ഒരു കോമ്പറ്റീഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മഹീന്ദ്രയുടെ ആ ഒരു സെക്ടറിലേക്ക് പെട്ടെന്ന് വന്നിട്ട് അവരെ മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുപോലെ ടാറ്റ മോട്ടോഴ്സും എല്ലാ സെഗ്മെന്റിലും, ഇപ്പോൾ ജാഗ്വർ ടേക്ക് ഓവറും യൂറോപ്പിലെ ക്രൈസിസ് ഒക്കെ മാറി ഒരു നല്ല മൂവ്മെന്റ് വരികയാണെങ്കിൽ ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെ നല്ലതാണ്. ടാറ്റ മോട്ടോഴ്സ് 280 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ ദീപാവലിയോട് കൂടി മാർക്കറ്റിൽ വളരെ നല്ലൊരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇതിലും വീണ്ടും 300 ലെവലിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. നന്ദി ശ്രീ ഭുവനേന്ദ്രൻ. മാർക്കറ്റിനെ സംബന്ധിച്ച് അടുത്തയാഴ്ച വളരെ നിർണായകമായ ഡാറ്റകൾ പലതും വരാനിരിക്കുന്നു. ഈ ഡാറ്റകളിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റിസർവ് ബാങ്കിന്റെ പോളിസിയാണ് 30-ാം തീയതി. അതിൽ CRR ഒരു 25 ബേസിസ് പോയിന്റ് കുറച്ചേക്കും എന്നുള്ള പ്രതീക്ഷ പൊതുവെ വിപണിക്കുണ്ട്. ഒപ്പം അമേരിക്കയിൽ നിന്നുള്ള GDPയുടെ ഡാറ്റ, അത് വളരെ നിർണായകമാണ്. ആഗോള വിപണികൾക്കെല്ലാം ഊർജ്ജം പകരേണ്ട കാര്യങ്ങളാണ്. പിന്നെ അമേരിക്കൻ ഇലക്ഷൻസ്, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായും ഇതെല്ലാം അനുകൂലമായി വന്നാൽ ഒരുപക്ഷെ ഇത്തവണത്തെ സംവദ്, അതായത് ദീപാവലിയുടെ മുഹൂർത്ത വ്യാപാരം ആ സമയമാകുമ്പോഴേക്കും നിക്ഷേപകരുടെ മനസ്സിൽ ധാരാളം ലഡ്ഡു പൊട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം. അടുത്ത ആഴ്ച.